വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ജാലിയൻ വാലാബാഗ് മസാക്രെ. ഇതിന് റൗലറ്റ് ആക്ടുമായി ബന്ധമുണ്ട്. പോകാം പോയിന്റ്സിലേക്ക്. അമൃത്സർ 13 April 1919, സൈഫുദ്ദീൻ കിച്ചിലു, സത്യപാൽ, ജനറൽ ടയർ കിൽഡ് 379 പ്രൊട്ടസ്റ്റേഴ്സ്. ജാലിയൻ വാലാബാഗ് മസാക്രെ നടക്കുന്നത് പഞ്ചാബിലെ അമൃത്സർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. 3 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കവാടം മാത്രമുള്ള ഒരു പ്രദേശമായിരുന്നു ഈ ജാലിയൻ വാലാബാഗ് എന്നറിയപ്പെടുന്നത്. ഈ പ്രദേശത്തിൽ തങ്ങളുടെ നേതാക്കന്മാരായ സൈഫുദ്ദീൻ കിച്ചിലുവിനെയും സത്യപാലിനെയും റൗലറ്റ് ആക്ട് പ്രകാരം തടവിൽ വെച്ചിരിക്കുന്നതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടി ജനങ്ങൾ അമൃത്സറിൽ ഒത്തുകൂടിയിരുന്നു. എന്നാൽ ജനറൽ ടയർ തന്റെ നിയമം ലംഘിച്ചുകൊണ്ട് ജനങ്ങൾ ഇത് ചെയ്തു എന്നറിഞ്ഞുകൊണ്ട് പട്ടാളക്കാരെ നിരത്തി ഇവരെ വെടിവെക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ ഏകദേശം 379 പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. എന്നാൽ ഇതിൽ കൂടുതൽ പേര് കൊല്ലപ്പെട്ടു എന്നും പറയുന്നുണ്ട്. ലോകത്തെ തന്നെ നടുക്കിയ ഒരു പ്രധാന സംഭവമായിരുന്നു ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. താങ്ക് യു ഫോർ വാച്ചിങ്.